പ്രാർത്ഥനകൾക്കും പ്രതിഷേധങ്ങൾക്കുമൊടുവിൽ പൊതുജനങ്ങളുമായി കണ്ണുപൊത്തി കളിക്കാനൊരുങ്ങിയിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ്. യാത്രക്കാർ ഭയത്തോടെ മാത്രം കാണുന്ന തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിലെ കുഴിയടക്കൽ മഹോത്സവത്തിന് ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞു പൊതുമരാമത്ത് വകുപ്പ്. വടക്കൻ കേരളത്തെയും തെക്കൻ കേരളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മധ്യ കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള സംസ്ഥാന പാതയാണ് തൃശൂർ കുന്നംകുളം പാത. അപകടങ്ങളും ഗതാഗതക്കുരുക്കും തുടർക്കഥയാകുമ്പോഴും ആ വഴിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത അധികൃതർക്ക് പക്ഷേ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധയായിരുന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് വരുന്ന മുഖ്യമന്ത്രി ഇതിലെ യാത്ര ചെയ്ത് കുഴിയിൽ വീണ ബുദ്ധിമുട്ടാതിരിക്കാനായി അധികൃതർ കുന്നംകുളത്ത് നിന്ന് വടക്കാഞ്ചേരി വഴി അദ്ദേഹത്തിൻ്റെ വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ട് മാതൃക കാട്ടിയിരുന്നു. മുഖ്യന്റെ മരുമകൻ കൂടിയായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ജന്മനാട്ടിലേക്ക് എത്താനും ഈ വഴി സഞ്ചരിച്ചേ തീരൂ എന്നതാണ് ശ്രദ്ധേയം. മുഖ്യന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന ഈ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ശമ്പളം കൈപ്പറ്റുന്നവരാണെന്ന കാര്യം മറന്നുപോയതായിരിക്കും. എന്തായാലും 20 കിലോമീറ്ററിന് പകരം 40 കിലോമീറ്റർ യാത്ര ചെയ്ത് മുഖ്യൻ സുരക്ഷിതനായി തൃശൂരെത്തിയപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴി നിരവധി ട്രോളുകളും ഇറങ്ങി. ഇതെല്ലാം കണ്ടും കേട്ടും യാത്രാ ദുരിതവും മൂലം പൊറുതിമുട്ടി വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ബസ് ഉടമകളും സമരങ്ങളുമായി രംഗത്തിറങ്ങിയതോടെയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ കണ്ണുപൊത്തിക്കളി ആരംഭിച്ചത്. ഭയങ്കര ദയനീയാവസ്ഥ റോഡിന്റെ അവസ്ഥ. കാരണം വണ്ടികൾ പോകുമ്പോൾ അവരുടെ വണ്ടികളുടെ മെയിൻ്റനൻസ് ഒന്ന് ആലോചിക്കുക, എത്ര ബുദ്ധിമുട്ടാണ് ഈ വണ്ടികൾ പോകണമെന്ന് അറിയോ. കാരണം ഇപ്പോൾ ചൂണ്ടിലിട്ട് കേച്ചിൽ പോകണമെങ്കിൽ ചൂണ്ട് പോകണമെങ്കിൽ 1 മണിക്കൂറാണ് വരുന്നത്. അതിനുള്ളിൽ ആംബുലൻസുകൾ വരുന്ന മുമ്പ് കണ്ടായിരുന്നു, പൈറ്റിട്ടുണ്ടായിരുന്നു ആംബുലൻസിന്റെ ഒക്കെ യാത്ര. അതിന് രോഗികളിലിരിക്കുന്നത് അവരെ അവസ്ഥ മനസ്സിലാക്കിയേ. ജൂൺ ജൂലൈ മാസത്തിലെ പെരുമഴയത്ത് മണ്ണപ്പം ചുട്ട് കളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണിപ്പോൾ പൊതുമരാമത്ത് വകുപ്പ്. ഇത്തവണത്തെ മണ്ണപ്പത്തിന് ഉപയോഗിക്കുന്ന രഹസ്യക്കൂട്ടിൽ മെറ്റൽ കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് അപകടം കുറയ്ക്കുന്നതിന് പകരം അപകട സാധ്യത കൂട്ടുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. എന്തായാലും ചെറുവാഹന യാത്രക്കാർ ശ്രദ്ധിക്കുക. ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ വീട്ടിൽ തങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് കരയാൻ ഇടവരുമെന്ന ബോധ്യത്തോടെ മാത്രം ഇതുവഴി യാത്ര ചെയ്യുക. ന്യൂസ് ഫാക്ട്, കുന്നംകുളം. ഇഷ്ടങ്ങൾക്കൊപ്പം ജീവിക്കുമ്പോൾ ജീവിതം എത്ര മധുരകരമാണ്. ഞാൻ അറിയാത്ത എന്റെ കഴിവുകളെ കണ്ടെത്തി തന്നത് എന്റെ ഹസ്ബൻഡാണ്. ഈ സ്നേഹത്തെക്കാൾ വലിയ സന്തോഷം മറ്റെന്താണ്? ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം. ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്.